പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാര്, കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവര് എല്ലാവർക്കും വന്ദനം പറയുന്നു. വചനത്തിന്റെ മുൻപിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് വളരെ പരിചിതമായൊരു വേദഭാഗമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. ഞാനത് ആദ്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 16-ന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിന് തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. സൗണ്ട് കുറച്ച് കുറവാണ് കേട്ടോ. സൗണ്ട് കുറവാണ്. സൗണ്ട് എല്ലാവർക്കും കുറവാണോ? സൗണ്ട് കൂട്ടാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ സൗണ്ടിൻ്റെ ഇതൊന്ന് മാറ്റി കൊടുത്ത് നോക്കട്ടെ. ഇപ്പൊ സൗണ്ടിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. താങ്ക് യു. അപ്പൊ നമുക്ക് ഈ വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. എന്നാൽ ഇതിനകത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യം സമ്പത്ത് എന്ന അളവുകോൽ എന്ന ചിന്തയാണ്. ഈ സമ്പത്ത് എന്ന അളവുകോലിന് ഞാൻ പറഞ്ഞത്, ഇത് കർത്താവ് പറഞ്ഞൊരു ഉപമ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ശരിക്കുള്ള ഒരു സംഭവം എന്ന് ചിന്തിക്കുന്ന നല്ലത്. കാരണം ഞാൻ നിങ്ങളോടൊരു ഉപമ പറയാം എന്നല്ല കർത്താവ് പറഞ്ഞത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ശരിക്കുള്ള ഒരു കാര്യം പറഞ്ഞതുപോലെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു വ്യക്തി ആയുസ്സിൽ ഭയങ്കര സമ്പന്നനായിരിക്കുന്നു. മറ്റൊരു വ്യക്തി അതേ ആയുസ്സിൽ പരമദരിദ്രനും രോഗിയുമായിരിക്കുന്നു. അപ്പൊ ഇതിൽ ആരാണ് അനുഗ്രഹിക്കപ്പെട്ട ആളെന്ന് ചോദിച്ചാൽ ഉത്തരം ദരിദ്രനും രോഗിയുമായിട്ടുള്ള ആളാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ആൾ. അത് ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ്. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ സ്വാഭാവികമായി മനുഷ്യൻ പറയാൻ സാധ്യതയുള്ളത്,
ഇപ്പം രണ്ടുപേർക്കും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അതായത് രണ്ടുപേരും യഹൂദന്മാരാണ്. ധനവാനായ മനുഷ്യൻ, ലാസർ. രണ്ടുപേരും അബ്രഹാമിന്റെ മക്കളാണ്. രണ്ടുപേരും ഒരേപോലെ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാണ്. രണ്ടുപേരും ഒരേപോലെ എന്നൊക്കെ പറയുമ്പോഴും ഒരു വ്യക്തിക്ക് ഭയങ്കര ആഡംബരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, മറ്റേ വ്യക്തിക്ക് ഭയങ്കര ദാരിദ്ര്യമാണുള്ളത്. എന്നാൽ ഈ ദാരിദ്ര്യവും രോഗവുമുള്ള വ്യക്തിയാണ് ശരിക്കും ഇവിടെ ആത്മീയൻ. ഞാനിത് പറയുമ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ചിന്താഗതിയും കർത്താവ് പറഞ്ഞ ഈ സംഭവത്തിലെ യാഥാർത്ഥ്യവും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ അളവുകോല്, ആത്മീകതയുടെ അളവുകോല്, അനുഗ്രഹത്തിന്റെ അളവുകോല്, ദൈവീകതയുടെ അളവുകോല് സ്തംഭത്താക്കി വെക്കുമ്പോ എത്ര ഭോഷത്തരമാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലുടനീളം നമ്മൾ പഠിച്ചാൽ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസാണ്. അപ്പോസ്തലനായ പൗലോസിന് നല്ല സ്വാധീനവും പ്രതാപവും സമൂഹത്തിലെ സ്ഥാനവും സന്നിധി സംഘത്തിലെ അവകാശവും പരീശന്മാരുടെ കൂട്ടത്തിലുള്ള പദവിയും എല്ലാം ഉണ്ടായിരുന്നു ക്രിസ്തുവിലാകുന്നിടം വരെ. ക്രിസ്തുവിലായി കഴിഞ്ഞത് നേരെ തിരിഞ്ഞു. എന്ന് വെച്ചാല് ഇന്നേ വരെ തനിക്ക് സമൂഹത്തില് ഭയങ്കര സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ക്രിസ്തുവിലായി കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ ബാക്കി കല്ലേറ്, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കൊല്ലാൻ വേണ്ടി പതിയിരിക്കുന്നവര്, കല്ലെറിയല്. അപ്പം ശരിക്കും അപ്പോസ്തലനായ പൗലോസിന് ഇതുപോലത്തെ വലിയ പ്രതിസന്ധികളും ഭൗമികമായ മെറ്റീരിയലിസ്റ്റിക് ആയ അപജയങ്ങളും തകർച്ചകളും നിന്ദകളും തന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമല്ല, അതിനെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ആത്മീയതയുടെ ഭാഗമായിട്ട് എടുക്കുകയും കൂടെ ചെയ്തു. ക്രിസ്തു നിമിത്തം ലാഭമായതെല്ലാം ഛേദമെന്ന് ഞാൻ എണ്ണുന്നു. അതായത് ഈ ആത്മീകതയുടെയും ദൈവികതയുടെയും കൂടെ ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് കഷ്ടത, ദാരിദ്ര്യം, വേദന തുടങ്ങിയവയെ അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിക്കുമ്പം നമുക്കത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പൊതുവേ സഭകളിൽ ഈ ടീച്ചിങ് വളരെ കുറഞ്ഞു പോയല്ലോ. ഈ ലേഖനങ്ങളിൽ നിന്ന് ആത്മികമായ, പരമമായ, ദൈവികമായ സത്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് പൊതുവെ കുറഞ്ഞു പോയല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തനായ ഒരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായി. പൗലോസിനെ തനിക്ക് ഇഷ്ടമല്ല, കാരണം പൗലോസ് എഴുതിയത് ഭയങ്കര കഠിനമാണെന്നൊക്കെ പറഞ്ഞൊരു. അപ്പൊ അത് പൗലോസ് പറയുന്നത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ലുസ്ത്രയില് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം, പൗലോസ് അവിടെ ചെല്ലുന്നു, ആൾക്കാർ പൗലോസിനെ വെനറേറ്റ് ചെയ്യുന്നു, ദൈവമാണെന്നൊക്കെ പറയാൻ വരുന്നു. അപ്പം പൗലോസ് പറഞ്ഞു, എങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊന്നും അല്ല, അങ്ങനെയല്ല വേണ്ടിയത്, ഞങ്ങൾ ചുമ്മാ മനുഷ്യരാണ്, നിങ്ങൾ ഈ വിഗ്രഹത്തെയൊക്കെ വിട്ട് ദൈവത്തെ സേവിക്ക്. അപ്പം പെട്ടെന്ന് യഹൂദന്മാർ അവിടെ വരുന്നു, ആ ജനത്തെ കയ്യിലെടുക്കുന്നു. ആ അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. പൗലോസിനെ കല്ലെറിഞ്ഞു. ചെറിയ ചെറിയ കല്ല് വെച്ച് ഇങ്ങനെ എറിയല്ല, കൊല്ലാൻ വേണ്ടി കൂർത്ത പാറക്കഷ്ണം വെച്ച് തല നോക്കിയാണ് എറിയുന്നത്, എറിഞ്ഞു വീഴ്ത്തുകയാണ്.
അപ്പൊ ദേഹം മുഴുവൻ ഏറുകൊണ്ട് തലയിലൊക്കെ ഇങ്ങനെ ചോര ഒഴുകുകയാണ്, മൂക്കിൽ കൂടെയും ചെവി കൂടെ ഉൾപ്പെടെ ചോര വരികയാണ്. അപ്പൊ ഒരാൾ വന്ന് പൾസ് പിടിച്ചു നോക്കി, അയാൾ ഡിക്ലെയർ ചെയ്തു ചത്തു. അപ്പൊ അടുത്തയാൾ പറഞ്ഞു കാണും, അയ്യോ എന്ത് മണ്ടത്തരാ നമ്മൾ ചെയ്തത്, റോമൻ ഗവൺമെന്റിന്റെ അധീനതയിൽ കിടക്കുന്ന നമ്മള് നിയമം കയ്യിലെടുത്ത ഒരു വ്യക്തിയെ മരണശിക്ഷ വിധിച്ചു എന്ന് റോമൻ സൈന്യം പറഞ്ഞാൽ അവരൊരു ബറ്റാലിയൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ പട്ടണം മുഴുവനും തീക്കിരയാക്കും, കാണുന്ന എല്ലാവരെയും വെട്ടിക്കൊല്ലും. അതാണ് റോമൻ ഗവൺമെന്റ് ശിക്ഷാരീതി. അപ്പൊ അടുത്തയാൾ പറഞ്ഞു തെളിവ് നശിപ്പിക്കാം. അങ്ങനെ പൗലോസിന്റെ ശരീരത്തെ വലിച്ചഴച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ട് എറിഞ്ഞു കളയുന്നു. അങ്ങനെ ഇരിക്കെ പൗലോസ് ജീവൻ പ്രാപിച്ചെഴുന്നേൽക്കുന്നു. ജീവൻ പ്രാപിച്ചെഴുന്നേറ്റ പൗലോസ് ആദ്യം ചെയ്യുന്നത് ഏത് പട്ടണത്തിൽ നിന്ന് താൻ കല്ലെറിയപ്പെട്ടോ അതേ പട്ടണത്തിലേക്ക് തിരികെ കയറി ചെല്ലുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാഠം. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, എന്താ ഈ കാണിക്കുന്നത്, എന്ത് ആത്മഹത്യാ പ്രവണതയാണ്? അത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ പൗലൂസ് തന്നെ പറഞ്ഞൊരു വാക്യം കൂടെ ചേർത്ത് പഠിക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. എന്തു ഈ പറയുന്നു? നിങ്ങൾ നിമിത്തം ഞാൻ ഈ ജഡത്തിലിരിക്കുന്നേ ഉള്ളൂ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നിരിപ്പ് എനിക്ക് അതിയായ കാംക്ഷയുണ്ട്, ആഗ്രഹമുണ്ടെന്ന് പൗലോസ്. അപ്പൊ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന പരമമായൊരു സത്യം, ഈ മെറ്റീരിയലിസം എന്ന അളവുകോല് ആത്മീയതയുടെ അളവുകോലായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ പഴയ നിയമത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന, ദൈവ ശബ്ദം കേട്ട, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി നിന്ന് ദൈവത്തിന് പറയാനുള്ളത് ജനത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകന്മാരെ ഉദാഹരണമായിട്ട് എടുത്തു. ഏലീശ 12 കാളയെ പൂട്ടി സ്വന്തം സ്ഥലം ഒഴിവിക്കൊണ്ടിരുന്ന ധനാഢ്യനായ പ്രഭുകുമാരനായിരുന്നു ഏലീശ. ഏലിയാവ് നേരെ ഇങ്ങോട്ട് ചെന്നു, ഏലിയാവിന്റെ പുതപ്പെടുത്ത് ഏലീശയുടെ മേത്തേക്ക് ഇട്ടു, തിരിച്ചങ്ങ് നടന്നുപോയി. ഏലീശയാണ് പുറകെ ഓടിച്ചെല്ലുന്നത്. ഞാൻ വീട്ടിൽ പോയെന്ന് അനുമതി ചോദിക്കാനല്ല, വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരാം, പോകുന്നെങ്കിലൊക്കെ പൊക്കോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തൊന്ന് മറക്കണ്ടെന്ന് പറഞ്ഞ് ഏലിയാവങ്ങ് പോയി. ഏലീശ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചിറങ്ങി. അടുത്തത് ഇദ്ദേഹമുണ്ട്, ഇദ്ദേഹത്തിന്റെ കൂടെ കുറെ ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാർ ഇദ്ദേഹത്തോട് ഒന്ന് പറയാം, നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമുള്ളത്, ചോർന്നൊലിക്കുന്നത്. ധനാഢ്യനായ 12 കാളയെ പൂട്ടി സ്വന്തം സ്ഥലം ഒഴുകിക്കൊണ്ടിരുന്നയാള് എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ 12 കാളയെ പൂട്ടി സ്വന്തം സ്ഥലം ഒഴുകിയാൽ ഒരു പ്രദേശം മുഴുവൻ ഒഴുകാൻ പറ്റും. അത്രയും സ്വന്തം സ്ഥലവും കൃഷിയും ഉണ്ടായിരുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ പ്രഭുകുമാരനായ മകൻ ചോർന്നൊലിക്കുന്നിടത്ത് താമസിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇറങ്ങിത്തിരിച്ചത് ദൈവശബ്ദം കേട്ട്. അപ്പൊ അതിനെ ഒരു വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ ഈ തമാശക്കെങ്കിലും പറയുന്ന ഒരു കഥയുണ്ട്. ഒരു ഭയങ്കര കമ്പനിയുടെ സിഇഒ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യൻ, അയാള് ഒരു ബീച്ചില് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് കാറ്റ് കൊള്ളുന്നു. ചുമ്മാ പുള്ളി കടലിലേക്ക് കല്ല് എറിഞ്ഞ് ഒരു ചൂണ്ടയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക. അപ്പൊ ഈ മനുഷ്യൻ ചെന്ന് ചോദിച്ചു, എടോ താൻ എന്തേ കാണിക്കുന്നു? ഓ ആഴ്ചക്കാരൻ കാറ്റുള്ളൂ. എടാ നിനക്ക് പണിയൊന്നുമില്ലേ? ഓ അങ്ങനെ പണിക്കൊന്നും പോയില്ല, ഞാൻ അത്യാവശ്യം എപ്പോഴേലും പണിക്ക് പോകും. എടാ ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യബോധം വേണം അവിടെ. നീ ഒരു കാര്യം ചെയ്യും, നീ ആരോടെങ്കിലും കടം മേടിച്ചാണെങ്കിൽ പോലും ഒരു വല എടുത്തോണ്ട് കൂടെ മീൻ പിടിക്കും. അതാ എന്താ വെച്ചാൽ മീൻ പിടിക്കുമ്പോൾ എടാ നിനക്ക് ഒത്തിരി മീൻ കിട്ടും. അപ്പൊ നിനക്ക് മോട്ടർ ഘടിപ്പിച്ച് ഒരു വള്ളം വാങ്ങിച്ച് ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റും. അപ്പോ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോ
എടാ, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര സമ്പത്തുണ്ടാകും, വീടുണ്ടാവും, കുടുംബം ഉണ്ടാവും. എന്തിനത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കുറെ സമ്പാദിക്കും. ഇപ്പൊ എന്നെ കണ്ടുപിടിക്കും, ഞാൻ ഇത്രയും വർഷങ്ങൾ അധ്വാനിച്ച് സമ്പാദിച്ച്, എന്നിട്ട് അപ്പൊ ഒടുവിൽ നിനക്ക് റിട്ടയർ ആവുമ്പം ഇതുപോലെ ബീച്ചിലൊക്കെ വന്ന് ഞാൻ കാറ്റ് കൊള്ളുന്ന പോലെ കാറ്റ് കൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ പുള്ളി പറഞ്ഞു, അത് തന്നെയല്ലേ ഇപ്പൊ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കാഴ്ചപ്പാടാണ് ഇതിലെ കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ധനാഢ്യനായ മനുഷ്യൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആത്യന്തികമായിട്ട് അയാൾക്കൊരു ലക്ഷ്യമില്ല, സുഖമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്കണം, ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഭയങ്കര, നമ്മള് അവരെ കുറിച്ച് വിചാരിക്കുന്നത് അവർക്ക് അതുകൊണ്ട് ഇതുകൊണ്ട്, അവർ നടക്കുന്നത് BMW-ലാണ്. അവരുടെ വീടെന്ന് പറഞ്ഞാൽ 20,000 സ്ക്വയർ ഫീറ്റ് ആണ്. അവരുടെ വീട്ടിൽ വിരിച്ചിരിക്കുന്നത് മാർബിളാണ്. അപ്പൊ അവരായിരിക്കും ഏറ്റവും സന്തോഷമുള്ളവർ. അവിടെ ചെന്ന് 2 ദിവസം അവരുടെ കൂടെ താമസിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചിലപ്പം, ദൈവം ഇതുപോലത്തെ നരകമായിരുന്നോ ഈ വീട്ടിനകത്ത്. ഈ പുറമേ നിന്ന് വിധിക്കുന്ന വിധിയല്ല അനുഗ്രഹത്തിന്റെ നിദാനം എന്നാണ് ഒരു സത്യം. ഞാൻ ഓർക്കുന്നുണ്ട്, കോട്ടയത്ത് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ. അപ്പം അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പം ക്ലിനിക്കിൽ ആരുമില്ല. പുള്ളി അവിടെ ഒരു ചാരുകസേൽ ഇങ്ങനെ ഭയങ്കര വിഷണ്ണനായി മൂകതയോടെ കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്നാ പറ്റി? ആ, വാ പാസ്റ്ററെ, വാ ഇരിക്കും, സംസാരിക്കാം. അപ്പൊ ഞങ്ങൾ കുറെ നേരം സംസാരിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളി എന്നോട് പറയാം, എന്തായാലും പാസ്റ്റർ വന്നത് നന്നായി. ഞാനേ ഞാനിപ്പോ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. എന്നാ പറ്റി ഡോക്ടർ? ഞാന് ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ റിട്ടയർ ചെയ്യുമ്പം ഞങ്ങൾക്ക് കിട്ടേണ്ടിയ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ട്, അത് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ 2 ഡോക്ടർമാർ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേച്ച് പറഞ്ഞു, നമുക്ക് ഇച്ചിരി രാഷ്ട്രീയപരമായിട്ടൊക്കെ പോയിട്ട് ആ കിട്ടാനുള്ള തുക ഒന്ന് മേടിച്ചെടുക്കാൻ നോക്കിയാലോ. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അതിന്റെ ആപ്ലിക്കേഷൻ എല്ലാം തയ്യാറാക്കി മിനിസ്റ്ററെ പോയി കണ്ടു, രാഷ്ട്രീയ നേതാക്കന്മാരെ പോയി കണ്ടു. അങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നീക്കി. സംഭവം സാങ്ഷനായി. പക്ഷേ അവർക്ക് 2 പേർക്കും കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടി. അപ്പൊ അവർ 2 പേരും എൻ്റെ അടുത്ത് പിന്നെയും വന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ 3 പേരും കൂടെ അല്ല ഇത് ശ്രമിച്ചത്, ഞങ്ങൾക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടി. ഒരു കാര്യം ചെയ്യും, നമുക്കിത് 3 ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്യും. പുള്ളി പറഞ്ഞു, അതെങ്ങനെയാ, നിങ്ങൾ എലിജിബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, ഞാൻ എലിജിബിൾ ആയതുകൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ അവര് പറഞ്ഞു, അല്ല അങ്ങനെയല്ല, നമ്മൾ 3 പേരും കൂടെ, അത് നടക്കത്തില്ല. ഉറപ്പാണോ? ആ, അത് ഉറപ്പാണോ? അത് നടക്കത്തില്ല. എന്നാ ഞങ്ങൾ തന്നെ എടുത്തോളാം, കാണിച്ചു തരാം. എന്നാ നിങ്ങൾ കാണിച്ചു തരാം. ഈ 2 പേരും കൂടെ ചെന്ന് വീണ്ടും അതേ വഴി കൂടെ ചെന്ന് ഈ സാങ്ഷൻ ആയ സാധനം റദ്ദ് ചെയ്തു. അപ്പൊ ഈ ഡോക്ടർ എന്നോട് പറയുക, എന്റെ മനസ്സിനകത്തൊരു കലിപ്പുണ്ടായിട്ട്, എന്റെ പാസ്റ്റർ എനിക്ക് ഉറക്കമില്ല, എനിക്ക് വൈരാഗ്യം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങും. അവസാനം രക്ഷയില്ലാതെ ഞാനിപ്പോ ആങ്സൈറ്റിക്കുള്ള മരുന്ന് എടുത്തിട്ട് കിടക്കുന്ന കിടപ്പായി കണ്ടത്. അപ്പൊ ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു, സാറേ ഞാനൊരു മരുന്ന് പറഞ്ഞു. എന്നാ? ഒറ്റമൂലിയ. എന്നാ അത്? ആ, അതിന്റെ പേരാണ് ക്ഷമ. ക്ഷമ എന്ന ഒറ്റമൂലി. ഈ നമുക്കറിയാവുന്ന എത്രയോ പേര്, നമ്മൾ വിചാരിക്കും എന്ന സൗഭാഗ്യമാണ് അവർക്ക്, പക്ഷെ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ആലോചിച്ച് നോക്കിയ, രാജകൊട്ടാരത്തിൽ ശൂഷൻ രാജധാനി രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനമുണ്ട് ഹാമാന്, പക്ഷെ സമാധാനമില്ലെന്ന്. പുള്ളി നീറി 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 നീറി. അപ്പോ ഈ മെറ്റീരിയലിസത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മീകതയെ മനസ്സിലാക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കർത്താവ് പറഞ്ഞ ഇൻസിഡന്റ്.
സുഖവും ആഡംബരവും പട്ടും ധൂമ്രവസ്ത്രവും ഉള്ളവര് ഒരു പക്ഷേ നമ്മൾ ഈ ചിന്തിക്കുന്നത് പോലെയുള്ള ആത്മീക നന്മ പ്രാപിച്ചവരാകണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ ഒന്നാമത്തെ ലെസൺ, മെറ്റീരിയലിസം അല്ല ആത്മീകതയുടെ അളവുകോൽ. ആത്മീകതയുള്ളവർക്ക് ഭയങ്കരമായിട്ട് പണം ഉണ്ടാകുമെന്നും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ഭൗമിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്ന പഠിപ്പിക്കല് ഈ വേദഭാവവുമായി ഒത്തുപോകില്ല. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, എന്നാൽ അതേ സമയം തന്നെ ലാസർ പരമദരിദ്രനായിരുന്നു. അപ്പം സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരുപോലെ നമുക്ക് ആത്മീയതയെ കാണാൻ പറ്റണം. അപ്പൊ ചില ടീച്ചിങ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇവിടെ ദരിദ്രനായിരിക്കുക എന്ന് പറയുന്നത് എങ്ങാണ്ട് ശാപമാണ്. ജീവിതത്തിൽ പണമില്ലാതിരിക്കുക, കടഭാരം വരിക, കുടുംബത്തില് ദാരിദ്ര്യം ഉണ്ടാകുക, രോഗം ഉണ്ടാകുക, ഇതെല്ലാം പിശാചാണ്, ശാപമാണ്, കൂടോത്രത്തിന്റെ അനന്തരഫലമാണെന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് യോജിച്ചു പോകത്തില്ല. ഈ വേദഭാഗത്തിൽ പരമദരിദ്രനായിരിക്കെ, ദേഹം മുഴുവനും വ്രണം നിറഞ്ഞവനായിരിക്കെ, പടിപ്പുരയ്ക്കൽ കിടക്കുന്ന അവസ്ഥയിൽ പോലും തികഞ്ഞ ആത്മീകനായിരിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റുമെന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. ഇല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ സ്റ്റെപ്പ് മുകളിലേക്ക് പോയാൽ തികഞ്ഞ ആത്മീകനായിരിക്കെ തന്നെ പരമദരിദ്രനും രോഗിയും പടിപ്പുരയ്ക്കൽ ബ്രെഡിന്റെ കഷ്ണത്തിന് വേണ്ടി കിടക്കുന്ന അവസ്ഥയും ആത്മീകനായിരിക്കെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആ വ്യക്തി നിത്യതയെ മാത്രം ലക്ഷ്യമായി ജീവിക്കും എന്നും നമുക്ക് പറയാം. അപ്പൊ ഒരിക്കലും ആത്മീകതയുടെയും നിത്യതയിൽ പോകുന്നതിന്റെയും ദൈവത്തെ സേവിക്കുന്നതിന്റെയും അളവുകോലായി ആരോഗ്യവും സമ്പത്തും ഭൗമികമായ മെറ്റീരിയലിസ്റ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമായി കാണരുത്. ഈ ദാവീദ് തികഞ്ഞ ആത്മീകനായിരുന്ന എപ്പോഴാണെന്നറിയാം? കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോഴല്ല, മട്ടുപ്പാവിൽ ഉലാത്തിയപ്പോഴാണ് പുള്ളി ഊരിയാവിന്റെ ഭാര്യയെ മോഹിച്ചതും പാപിയായി തീർന്നതും. പക്ഷെ ഉഴന്നു നടന്നപ്പോൾ, ഗുഹകളിലും പർവ്വതങ്ങളിലും ഓടി നടന്നപ്പോൾ പുള്ളി ഭയങ്കര ആത്മീകനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സത്യം ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ സത്യം, ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സത്യം, ലാസറിന് ഒന്നുമില്ലായിരുന്നു, ഒരു വീടില്ല, ലാസറിന് ആരോഗ്യമില്ല, ലാസറിന് പണമില്ല, ഭക്ഷണമില്ല. എങ്കിലും ഇതൊന്നുമില്ലെങ്കിലും ലാസറിന്റെ മനസ്സ് ശാന്തമായ മനസ്സും സംതൃപ്തമായ മനസ്സുമായിരുന്നു എന്ന് ഞാൻ പറയും. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ലാസർ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ലാസറിന്റെ അടുത്തേക്ക് ഒന്ന് ചെന്നിട്ട് നമുക്ക് ആ ലാസറിനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കും. ലാസറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഒന്നാമത്തെ കമന്റ് കേൾക്കണം. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു പാപവും ചെയ്തിട്ടല്ല, ഞാൻ സത്യസന്ധമായി തന്നെ ജീവിക്കുകയാണ്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച്
ഉള്ളം കൊണ്ട് ദൈവത്തോട് അടുത്ത് നിന്നിട്ടും എന്റെ ഗതി ഇങ്ങനെ ആയല്ലോ എന്ന് ഇറിറ്റേറ്റഡ് ആയി മനസ്സ് മുഴുവനും കലുഷിതമായി ജീവിക്കുന്ന സാഹചര്യമാണ് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാൻ കഴിയും. 2, അല്ലേലും എനിക്കറിയാം ദൈവത്തെ സേവിച്ചാലും അവസാനം നമുക്ക് ഈ രോഗവും വ്രണവും, എത്രയോ അഹങ്കാരികള് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു, എന്റെ രോഗം മാത്രം എന്നും പറഞ്ഞ് പിറുപിറുത്ത് പിന്മാറ്റത്തിൽ പോകാമായിരുന്നു. ഈ മനുഷ്യൻ പോയില്ല. ഈ മനുഷ്യൻ, അതാണ് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോയെങ്കിൽ അതിന്റെ അർത്ഥം ഈ മനുഷ്യൻ തികഞ്ഞ ആത്മീയനായിരുന്നു. ദൈവത്തോട് പിറുപിറുത്ത് മറുതലിച്ച് കുറ്റം പറഞ്ഞ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരിക്കല് ഇടുക്കിയിലെ മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരി തടാകങ്ങൾ പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന, അവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുടെ ഒരു സഹോദരൻ ആ വെള്ളത്തിൽ കുളിക്കാൻ ചെന്ന് പുള്ളി എങ്ങാണ്ട് കൂട്ടുകാരോട് പറഞ്ഞു, എടാ ഞാൻ എത്ര നേരം മുങ്ങിക്കിടക്കുമെന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞ് ചാടി പുള്ളിയുടെ കാലെങ്ങാണ്ട് അവിടെ അടി കിടന്ന വലയെ കുരുങ്ങി പുള്ളിക്ക് പൊങ്ങി വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയി. അങ്ങനെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് അവസാനം കൊച്ചിയിൽ നിന്ന് നേവിയിലെ ഡൈവിങ്ങിന്റെ ആൾക്കാർ വന്നാണ് ഡെഡ് ബോഡി പുറത്തെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ആ ഫ്യൂണറൽ നടക്കുകയാണ്. എല്ലാ ദേവദാസന്മാരും ഉണ്ട്, ഞാനും. അപ്പൊ എന്നോട് കുറച്ച് സമയം വചനം സംസാരിക്കാൻ വന്നു. ഞാൻ ബൈബിളുമായിട്ട് എഴുന്നേറ്റ് നിന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം നമ്മെ കൈവിടാത്ത ദൈവമാണെന്ന് അങ്ങനത്തെ ഏതോ 1-2 സെന്റൻസ് പറഞ്ഞതേ ആ ചെറുപ്പക്കാരി ആക്രോശിച്ചോണ്ട് എന്താ അവിടെ പ്രസംഗിക്കാൻ വന്നു? ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പപ്രായത്തിൽ എന്നെ ഒരു വിധവയാക്കിയത് എന്തിനാ? ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കിയത് എന്തിനാ? പെട്ടെന്ന് രംഗം വഷളായി. ഞാനവിടെ നിർത്തി. പിന്നെ ഈ പെൺകുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ അവളെ പിടിച്ചകത്ത് കൊണ്ടുപോയി. പിന്നെ ഒരു പാട്ടൊക്കെ പാടി അന്തരീക്ഷമൊക്കെ ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ പ്രസംഗിച്ചത്. പ്രതിസന്ധി വരുമ്പോ തകർന്നു പോകുന്നവരാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും. രോഗം വരുമ്പോ പിറുപിറുക്കുന്നവരാണ് നമ്മൾ മിക്കവരും. സാമ്പത്തിക പ്രയാസം വരുമ്പോ പിന്മാറ്റത്തിൽ പോകുന്നവരാണ് നമ്മളിൽ ഒത്തിരി പേര്. ലാസറിന്റെ മനസ്സ് അങ്ങനെയല്ല. ഒരു കാര്യം ഞാൻ അവിടെ ശ്രദ്ധിച്ചത്, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. നമ്മൾ അതിനെ നെഗറ്റീവായി കാണുന്നതിന് പകരം ഇച്ചിരി വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് ഒന്ന് കാണാൻ ശ്രമിച്ചു. ഈ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ യജമാനത്തിയെ വീട്ടിൽ വളർത്തുന്ന നായ നക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ പ്രകടനമായ ഏറ്റവും ടോപ്പ് ലെവൽ എക്സ്പ്രഷൻ ഒരു നായ്ക്കുള്ളത് അതിനെ വളർത്തുന്നയാളെ നക്കുക എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വ്രണം ബാധിച്ച് കിടക്കുന്ന ലാസറിന്റെ അടുത്ത് ചില നായ്ക്കളൊക്കെ അങ്ങനെ. അപ്പൊ ഈ നായ്ക്കൾ ഈ ലാസറിന്റെ അടുത്ത് കിടക്കുന്നതിന്റെ കാരണം, ആരാണെങ്കിലും പിറുപിറുപ്പോടെയും മനസ്സ് മുഴുവനും കലുഷിതമായിട്ടും കിടക്കുന്നയാൾ അടുത്ത് വല്ല നായ വന്നാൽ കൈ കെട്ടിയത് പോലെ ചെറിയും നായ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അതിന് ഓടിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുക, ഈ മനുഷ്യന് ആകെ കിട്ടുന്ന ബ്രെഡ് നുറുക്കുകളിൽ ചെറിയൊരു നുറുക്ക് ഇയാൾ എടുത്തിട്ട് ബാക്കി ആ നായ്ക്ക് കൊടുക്കും.
അപ്പൊ ഈ നായ്ക്കൾക്ക് ഇദ്ദേഹത്തോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം, അടുപ്പം, ഇത് വന്ന് നക്കുന്നതെന്ന് പറഞ്ഞ് ഇതിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ മനസ്സ് എത്ര ശാന്തമാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. പരമദരിദ്രനായിരിക്കെ, വ്രണം നിറഞ്ഞ ശരീരം ഉണ്ടായിരിക്കെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതിരിക്കെ, സ്വന്തമായൊരു വീട് പോലും ഇല്ലാതിരിക്കെ, സുഹൃത്തുക്കളോ വീട്ടുകാരോ ബന്ധുക്കളോ മൊത്തം കൈവിട്ട അവസ്ഥയിലും ഈ മനുഷ്യന്റെ മനസ്സ് ഭയങ്കര ദൈവോന്മുഖമായി നിന്നു. അതാണ് രണ്ടാമത്തെ ലെസൺ. നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും? അതിനെ മനസ്സിലാക്കാൻ വേദപുസ്തകത്തിലേക്കൊന്ന് പോയാൽ മതി. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫ്, എങ്ങനെയാ നീ കാരാഗ്രഹത്തിൽ വന്നേ? എന്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടു, ജീവിതത്തിൽ തകർച്ച, സ്വന്തം സഹോദരന്മാര് അടിമയായിട്ട് വിറ്റു, സത്യത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ പൊത്തിപ്പേറിന്റെ ഭാര്യ കള്ളം പറഞ്ഞ് എന്നെ കാരാഗ്രഹത്തിലിട്ടു. എന്ത് ചെയ്യണം? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് യോസേഫ് പിറുപിറുക്കണ്ടേ? മനസ്സ് മുഴുവനും കാലുഷിതമാക്കി ഇറിറ്റേറ്റഡ് ആയിട്ട് നടക്കണ്ടേ? എനിക്കെന്തിനാ ദൈവമേ സ്വപ്നങ്ങൾ തന്നത്? കറ്റകൾ എന്നെ നമസ്കരിക്കുന്ന പോലും, സൂര്യചന്ദ്രന്മാരും 11 നക്ഷത്രങ്ങളും എന്തൊക്കെയാണ് എന്നെ കാണിച്ചത്? വെറും തട്ടിപ്പായിരുന്നു. ദൈവമൊന്നുമില്ല. ദൈവം കൈവിട്ട് കളഞ്ഞു. എന്തിന്റെ പേരിൽ? ഞാൻ ആരെ ഉപദ്രവിച്ചിട്ട്? ഇങ്ങനെയുള്ള ക്രൂരനായ ദൈവത്തെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയേണ്ട ആളാ കേട്ടോ. പക്ഷെ അദ്ദേഹം ആ കാരാഗ്രഹത്തിൽ ഭയങ്കരമായിട്ട് ദൈവകൃപ എക്സ്പീരിയൻസ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു സന്തോഷം വരികയാണ്. കാരാഗ്രഹ പ്രമാണി ഇദ്ദേഹത്തെ പിടിച്ച് എല്ലാത്തിന്റെ മേൽവിചാരകനാക്കുകയാണ്. അവിടെയും പുള്ളി സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. സി, നമുക്ക് ഓർമ്മ വരുന്ന എന്താ? ആ ചങ്ങലയൊക്കെ കുടഞ്ഞ് പൗലോസ് ശീലാസും ആരാധിക്കുന്ന ഒരു ആരാധന ഒന്ന് ഓർത്ത് നോക്കി. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഇത് സാധിക്കുന്നത് മാനുഷികമായിട്ടല്ല. ഇത് സാധിക്കണമെങ്കിൽ പക്വതയുള്ള ആത്മീയത വേണം. ഞാൻ ഈ പക്വതയുള്ള ആത്മീയത എന്ന് പറയാനുള്ള കാരണം എന്നറിയാം. എനിക്ക് 2 മക്കളുണ്ട്. ഞങ്ങള് മൂത്ത മോനിപ്പോ +2 ആയി, ഇളയ മോനിപ്പോ 8ാം ക്ലാസ് ആയി. ഒരു ഉദാഹരണം പറയാം. എൻ്റെ മോൻ ചെറുതായിരിക്കും, ഇപ്പൊ ഇച്ചിരി കൂടെ വലിയ പുള്ളിയായി, ചെറിയ ആളായിരിക്കും, ചെറിയ കുഞ്ഞായിരിക്കും. ഞാൻ ഇടയ്ക്ക് മിനിസ്ട്രിക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകും. അപ്പൊ ഒരാഴ്ചയൊക്കെ ചിലപ്പം വീട്ടുകാരെ പിരിഞ്ഞിരിക്കുമല്ലോ. 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മള് ഫാമിലിയെ മിസ് ചെയ്ത് തുടങ്ങും. വീട്ടിലേക്ക് വിളിക്കും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ? ഇളയ മോന്റെ കയ്യിലേക്ക് വിടും. അപ്പൊ അവൻ നമ്മളോട് ചോദിക്കും, ആ എന്തുകൊണ്ട് പപ്പ, സുഖമായിരിക്കുന്നോ? പപ്പ എന്തെങ്കിലും കഴിച്ചോ? ആരോഗ്യമായിട്ട് നന്നായിരിക്കുന്നോ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? നമ്മൾ ഇതൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പേരാണ് കരുതല്, സ്നേഹം. പക്ഷെ ഇവൻ ചെറിയ കുട്ടിയല്ലേ, ഇവനൊന്നും അറിയത്തില്ല. ഫോൺ കിട്ടിയാൽ ആദ്യം ഇവൻ ചോദിക്കുന്ന അറിയാം, എനിക്കെന്താ മേടിച്ചേ? ഓക്കെ, അതവൻ ചോദിക്കട്ടെ, കാരണം അവൻ കുട്ടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാന് വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് നിന്ന്, പപ്പ ഒരു 50 രൂപ വരാം. എന്തിനാടാ? എനിക്ക് മുട്ടായി വാങ്ങിക്കാൻ, ചോക്ലേറ്റ് വാങ്ങിക്കാൻ. കുട്ടിയല്ലേ, ഞാനത് കൊടുത്തു. പിറ്റേ ദിവസം ഇവൻ എന്നെ കാണുമ്പോൾ, പപ്പ ഒരു 10 രൂപ വരാം. എന്തിനാടാ? ബബിൾക്കം മേടിക്കാൻ. ഓക്കെ. പ്രശ്നം എന്നാണെന്നറിയാമോ? എന്നെ കാണുമ്പോ ഒരൊറ്റ കാര്യമുള്ളൂ, 50 രൂപ വരാം, 10 രൂപ വരാം, 100 രൂപ വരാം. ശരി, കുഞ്ഞല്ലേ, അപ്പനോടല്ലാതെ ആരോട് ചോദിക്കാനാ? ഫൈൻ. പക്ഷെ എന്റെ പ്രായം 82.
എൻ്റെ മോന്റെ പ്രായം 48. എന്നെ കാണുമ്പോ 48 ഒരു 100 രൂപ തരാം, ഒരു 500 രൂപ തരാം. ആ, അത് പ്രശ്നം. അതെന്താ പ്രശ്നം? എടാ, നിനക്കിപ്പം 48 വയസ്സായി, നിന്റെ അപ്പൻ 82 വയസ്സായി. ഇപ്പൊ നീ അപ്പനോടാ ചോദിക്കണ്ട, അപ്പ എന്താ വേണ്ടേ അപ്പന്? അപ്പന് എന്താണ് ആഗ്രഹമുള്ളതെന്ന് മനസ്സിലാക്കി അപ്പന്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കാനുള്ള പ്രായമായി നിനക്ക്. ഇപ്പോഴും 10 രൂപയും ചോദിച്ചുകൊണ്ട് നടന്നാൽ അപ്പൻ എന്തോ പറയും? എന്റെ ദൈവമേ, ഇത് വളർന്നില്ലല്ലോ ഈ ചെറുക്കൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലരിങ്ങനെയാന്നേ. ഞാനതിനെ വിളിക്കുന്നത് ചില ആത്മീകരുടെ നിത്യശൈശവം. നിത്യശൈശവം എന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് ശൈശവാ! 42 വർഷം കഴിഞ്ഞാലും ഇപ്പോഴും ശൈശവാ. കർത്താവേ, തായോ തായോ, അത് തരണം, ഇത് തരണം, ഇത് തരണം, അത് തരണം, യേശുവിന്റെ നാമത്തിലാമേ. പിന്നെയും കർത്താവിനെ കണ്ട് കിട്ടിയാ പറയും, അത് തരണം, ഇത് തരണം, ഇത് തരണം, അത് തരണം, യേശുവിന്റെ നാമത്തിലാമേ. ഇത്രയും വർഷം വിശ്വാസത്തിൽ നടന്നിട്ട് ഇപ്പോഴും തായോ തായോ വിശ്വാസിയാണോ നമ്മൾ? അതോ യഹോവ ഭക്തന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, സ്തോത്രവും ബലവും മഹത്വവും ശക്തിയും ദൈവത്തിന് കൊടുക്കൽ. വിശ്വാസത്തിലെ ആരംഭ വർഷങ്ങളൊക്കെ തായോ തായോ ഓക്കെയാ. ഇച്ചിരി കഴിയുമ്പോഴേ അതങ്ങ് നിർത്തണം. എന്റെ ആവശ്യമൊക്കെ എന്റെ കർത്താവിന് അറിയാം. ഞാൻ ചെയ്യേണ്ടെന്ന് അറിയാം. കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ട അങ്ങേക്ക് വേണ്ടി? അങ്ങയുടെ ഇഷ്ടം എന്താ? എന്റെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. അതൊക്കെ പണ്ട് കുട്ടിയായിരുന്നു. ഇനിയിപ്പോ എന്റെ ഇഷ്ടമല്ല വലുത്. കർത്താവിനെ കുറിച്ച് എന്താ ആഗ്രഹിക്കും അതങ്ങ് നടത്തും. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യം വരുമ്പോഴേക്കും, രോഗം വന്നപ്പോഴേക്കും, വ്രണം നിറഞ്ഞപ്പോഴേക്കും ഇട്ടെറിഞ്ഞ് ശാപിച്ച് പോകുന്ന ആത്മീയതയല്ല ഈ ആത്മീയത. അത് അങ്ങ് ഇയ്യോബിന്റെ ഭാര്യ. ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ആത്മീയത എന്ന് പറഞ്ഞാൽ സമ്പത്ത്, തലമുറ, ആരോഗ്യം, ഇതെല്ലാം പോയപ്പോ പുള്ളിക്കാരത്തി എന്താ പറഞ്ഞു? ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളാം. ഇയ്യോബിന് മറുപടി, നീ ഇപ്പൊ സംസാരിച്ചത് ഒരു പൊട്ടി സംസാരിക്കുന്നവരെ. എന്ന് വെച്ചാല് പൊട്ടി ആരാ? ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലാത്ത ആള്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലാത്ത ഒരു ഭ്രാന്തി, തിരിച്ചറിവില്ലാത്ത, ബ്രെയിൻ ഉപയോഗിക്കാൻ പറ്റാത്ത, റീസണിങ് കപ്പാസിറ്റി ഇല്ലാത്ത, തിരിച്ചറിവില്ലാത്ത, മഠയത്തരം മാത്രം പറയുന്ന, പോഷത്തരം മാത്രം പറയുന്ന ഒരാള്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആത്മീയതയെ അവള് മെറ്റീരിയലിസം വെച്ച് ഡിഫൈൻ ചെയ്തു. അപ്പൊ അവള് പൊട്ടിയായി. ആത്മീയതയെയും ദൈവികതയെയും മെറ്റീരിയലിസം വെച്ച് ഡിഫൈൻ ചെയ്യുന്ന എല്ലാവരും പൊട്ടന്മാരും പൊട്ടികളുമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പൊട്ടിന്നല്ലേ വിളിച്ചുള്ളൂ, പൊട്ടനെന്ന് വിളിച്ചില്ലല്ലോ. വിളിച്ചു, ഇയ്യോബല്ലെന്നേ ഉള്ളൂ, ദൈവം നേരിട്ടാ വിളിച്ച ഒരു പുള്ളിയെ. ഓർക്കുന്നില്ലേ? എന്റെ പാണ്ഡികശാല ഞാൻ പൊളിച്ചു പണി, ഞാൻ ഇത് മുഴുവനും, സമ്പത്ത് മുഴുവനും ഇങ്ങനെ കൂട്ടി വെക്കുമെന്ന് പറഞ്ഞപ്പോ ലൂക്കോസ് 12 മേളിൽ നിന്ന് തമ്പുരാൻ പറഞ്ഞു, പൊട്ട, അതായത് മൂഢ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, പൂളെന്നാ ഇംഗ്ലീഷ്. മൂഢ എന്ന അങ്ങ് ഡീസന്റ് ലാംഗ്വേജ് എഴുതിയെന്നുള്ളൂ, പൊട്ട എന്നാണ് അവിടെ വരേണ്ടത്. പൂൾ എന്നുള്ള പദത്തിന് മലയാളം വിഡ്ഢി, പൊട്ട, വിവരമില്ലാത്തവൻ എന്നാണ്. പക്ഷെ അതൊരു ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ മലയാള ഭാഷയിലെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഡ് മൂഢ എന്നല്ല, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പദമൊന്നുമല്ല. നമ്മൾ മൂഢ എന്നൊന്നും ആരെയും വിളിക്കത്തില്ല, പൊട്ടാന്നേ വിളിക്കും. അതായത് ദാരിദ്ര്യവും അങ്ങേയറ്റത്തെ ജീവിതത്തിന്റെ ഭാരങ്ങളും ഉള്ളപ്പോഴും ശാന്തമായ, സംതൃപ്തമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നുകൊണ്ടാണ് ലാസർ സ്വർഗത്തിൽ പോയത്.
മൂന്നാമത്തെ ലെസണിലേക്ക് വരികയാണ്. അപ്പം ഒന്നാമത്തെ ലെസൺ മെറ്റീരിയലിസം ആത്മീയതയുടെ അളവുകോലേ അല്ല. പരമദരിദ്രനായിരിക്കുമ്പോൾ ആത്മീയനാകാം. അപ്പൊ അതുകൊണ്ട് പണക്കാര് മാത്രമേ ആത്മീകം പണക്കാരനാവും. ആത്മീകന് ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല. ആത്മീകന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എല്ലാം നടക്കണമെന്ന് പറയുന്നതൊന്നും ശരിയായ നിലപാടല്ല. രണ്ടാമത്തത്, അങ്ങേ അറ്റത്തെ കഷ്ടപ്പാടിലൂടെ പോയപ്പോഴും ശാന്തമായ സംതൃപ്തമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നുകൊണ്ടാണ് ആ മനുഷ്യ സ്വർഗത്തിൽ പോയത്. ഇനി മൂന്നാമത്തെ കാര്യം, ലാസർ സ്വർഗത്തിൽ പോയതിന്റെ ഏറ്റവും സുപ്രധാനമായ താക്കോൽ അവിടെ എഴുതിയിട്ടുണ്ട്. ആ താക്കോൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഷണലിസം വേഴ്സസ് മോസസ് ആൻഡ് പ്രോഫറ്റ്സ്. ഈ ധനവാന്റെ തലയ്ക്കകത്ത് മുഴുവൻ സെൻസേഷണലിസം. പുള്ളി അബ്രഹാമിനോട് പറയുന്നത് അറിയാം, എന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ഈ ലാസറിനെ ഒന്ന് പറഞ്ഞോളൂ. അതിനോട് അങ്ങനെ അല്ല, അവരെ സാധാരണ ഉപദേശിക്കാനൊന്നും ചെന്ന് അവരൊന്നും സ്വീകരിക്കത്തില്ല. പക്ഷെ മരിച്ചവർ ഉയർക്കുന്ന കണ്ടാൽ, വീൽ ചെയറിലുള്ളവർ ചാടി എഴുന്നേൽക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ അവര് ദാനപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ വന്നേച്ച് വടിയൊക്കെ വലിച്ചെറിഞ്ഞ് ഓടുന്നത് കാണുമ്പം അവർക്കൊരു ആവേശം ഉണ്ടാവും. ചിലപ്പോൾ ആ ആവേശത്തിൽ അവരങ്ങ് മുങ്ങാനും മതി. അങ്ങനെ അങ്ങ് മുങ്ങിക്കഴിയുമ്പം ആ ഒരു സ്വർഗത്തിൽ പോവല്ലോ. അല്ലാതെ ഉപദേശം കൊണ്ടൊന്നും അങ്ങോട്ട് ചെന്നാൽ നടക്കത്തില്ല. എന്റെ 5 സഹോദരങ്ങൾക്കും മോശയും പ്രവാചകന്മാരും, അതാണല്ലോ ഈ വചനം എന്ന് പറയുന്നത്, മോശയും പ്രവാചകന്മാരും വചനം പഠിപ്പിക്കല്, അതും കൊണ്ടൊന്നും അങ്ങോട്ട് ചെന്ന് ഏക്കത്തില്ല. അവർക്ക് അതിനൊന്നും നേരെ. പക്ഷെ മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നതും അങ്ങനെയുള്ള അത്ഭുതങ്ങളും സെൻസേഷണലിസവും പറഞ്ഞാൽ അവർ ചാടി വീഴും. ചിലപ്പം അങ്ങനെയൊക്കെ ഒരു ഷോർട്ട് കട്ടിലൂടെ അവർക്ക് സ്വർഗത്തിൽ വരാൻ പറ്റുമെങ്കിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പം അബ്രഹാം പിതാവ് പറഞ്ഞു, അതെ അങ്ങനത്തെ സെൻസേഷനലിസം കണ്ട് ഒറ്റയൊരുത്തിന് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വരണമെങ്കിൽ മോശയും പ്രവാചകന്മാരും. എന്താണ് ഈ മോശ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം. മോശ എന്തിനെ സൂചിപ്പിക്കുന്നു? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയ കാഴ്ചപ്പാടിനെ ചിത്രീകരിക്കുന്നു. മോശ എന്തിനെ ചിത്രീകരിക്കുന്നു? സുഖസുഭിക്ഷമായ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും മനസ്സ് മുഴുവനും അവിടെ നിൽക്കുന്നില്ല. മനസ്സെവിടെയാ? ഓ, എനിക്ക് ഈ ജനവുമായിട്ട് ഇവിടുന്ന് പോകാനുള്ള, ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അക്കരെ നാട്ടിലേക്ക് കൊണ്ടുപോകണം ഇവരെ. വാഗ്ദത്ത കനാനാണ് എന്റെ ലക്ഷ്യം. ഞാനിവിടെ കൊട്ടാരത്തിലെ കിരീടവും വെച്ച് യുദ്ധവും നയിച്ച് ഇവിടുത്തെ ആസ്വാദനവും ആഡംബരവും എനിക്ക് വേണ്ടെന്ന്. എന്ത് നിലപാടായി പറയുന്നു? ഇത് ആരോട് പറഞ്ഞാൽ മനസ്സിലാവും? അതാണ് മോശം. അബ്രഹാം പിതാവ് പറയുകയാണ്, ഇനി മോശ ഇത് ഇത്രയും വലിയ ത്യാഗം എടുത്തില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ അവസാനം ഒന്ന് വായിച്ചു നോക്കണം. അതുകൂടെ ചേർത്ത് പറയുമ്പോൾ മോശയുടെ ജീവിതം നമുക്ക് അതിന്റെ മറുവശം മനസ്സിലാകുന്നു. അതായത് മോശയുടെ വിടവാങ്ങൽ സന്ദേശം. മോശ കനാൻ ദേശം അവകാശമാക്കിയില്ലല്ലോ, അങ്ങോട്ട് കയറിയില്ലല്ലോ. അപ്പൊ ഈ 10-40 വർഷം ഈ ജനത്തിന്റെ കൂടെ നടന്ന് ഉള്ള സ്ട്രെസ് മുഴുവനും എടുത്ത് ദൈവത്തിന് പകരം നിന്ന് ഈ ജനത്തെ ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ച് പടിവാതിക്കലെത്തിയപ്പോ ദൈവം പറഞ്ഞു, മതി, നീ അക്കരെ കയറത്തില്ല. അപ്പൊ ഈ മോശം എന്ത് ചെയ്യുന്നറിയാമോ? ആവർത്തനം 3-ന്റെ അവസാനത്തെ ഭാഗം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് എന്തെല്ലാം പറഞ്ഞു. ദൈവമേ, അങ്ങ് മഹാദയാലു, കരുണയുള്ളവൻ, അങ്ങനെയുള്ളവൻ, ഇങ്ങനെയുള്ളവൻ, സ്തുതിച്ചു വാഴ്ത്തി കർത്താവിന്റെ മനസ്സിനെയൊക്കെ സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിച്ച് എന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊന്ന് പോയ ദേശം ഒന്ന് കണ്ടോട്ടെ, എന്റെ കാലതിലൊന്ന് ചവിട്ടി
ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. കർത്താവ് പറഞ്ഞു, ഇനി മേലാൽ ഇക്കാര്യം മിണ്ടിപ്പോരെ, താണ്ട് ആ മലയുടെ മണ്ടയ്ക്ക് കയറി നീ കണ്ടോ, അത്രേ ഉള്ളൂ. എന്നിട്ട് 4-ാം അധ്യായത്തിൽ പറയാ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം നമ്മളോട് അടുത്തിരിക്കുന്ന പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ? എന്താണ് മോശയുടെ ലൈഫ്? ഇപ്പൊ സ്വർഗത്തിൽ പോണെങ്കിൽ മോശയെ ഉൾക്കൊള്ളണത്ര. 2 പ്രവാചകന്മാര്, മോശയും പ്രവാചകന്മാരും. അപ്പൊ പ്രവാചകന്മാരെന്താ ചെയ്തത്? ഓരോ പ്രവാചകന്മാരെ ഒന്ന് പഠിച്ചു നോക്കിയാൽ, ഏലിയാവ് ഏലിയാവ് പ്രവചനവും കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. ഇരമ്യാവ് പ്രവചനം കഴിഞ്ഞപ്പോഴേക്കും ദാണ്ട് പുള്ളിയെ പിടിച്ച് പൊട്ടക്കണ്ടിലേക്ക് ഇട്ടു. ഓരോരോ പ്രവാചകന്മാരെടുത്താലും ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴികളിലൂടെ അവർ പോയി. അവരൊന്നും ഇന്നത്തെ പ്രവാചകന്മാരാ. ഇന്നത്തെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബന്ധമില്ലാതെ പോകുന്ന 2 ഗ്രൂപ്പാണ്. ഒരുപക്ഷെ ഇന്നത്തെ പ്രവാചകന്മാരെ കുറിച്ചായിരിക്കാം ഇരമ്യാവ് 23-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവം പറഞ്ഞിട്ടില്ലാത്തതിനെ ദൈവം പറഞ്ഞു എന്നും പറഞ്ഞ് വിളിച്ചു പറയുന്ന പ്രവാചകന്മാർക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇരമ്യാവ് 23-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രശ്നം ജനം പാപത്തിൽ കിടക്കുമ്പോഴും അവരെ ഭയങ്കര സുഖിപ്പിക്കുകയാണ്. ഈ കാല് മുഴുവനും പഴുത്ത് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്ന ഒരാളുടെ കാലയില് എണ്ണ ഒഴിച്ച് തടവി കൊടുത്തിട്ട് 3 ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം മാറുന്നതായി ഞാൻ കാണുന്നു. അതൊരു അപ്രോച്ച്. പക്ഷെ ആ അപ്രോച്ച് കൊണ്ട് സൗഖ്യം ഉണ്ടാകത്തില്ല. സൗഖ്യം ഉണ്ടാകുന്ന അപ്രോച്ച് എന്നാണെന്നറിയാവോ? ഞെക്കി പിഴിഞ്ഞ് ആ പഴുപ്പും ചലവും എല്ലാം കളഞ്ഞ് അവിടെ മരുന്ന് വെച്ച് കെട്ടണം. നല്ല നീറ്റലായിരിക്കും, നല്ല വേദനയായിരിക്കും. പക്ഷെ കാല് മുറിച്ച് കളയാതെ രക്ഷപ്പെടും. തടവിക്കൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഈ കാല് ഉൾപ്പെടെ അങ്ങ് മുറിച്ച് കളയേണ്ടി വരും, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ കയറി ആള് പോകും. ഈ ഇരമ്യാവ് 23-ൽ പറയുന്നുണ്ട്, ഈ കള്ളപ്രവാചകന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇടിവുകളിൽ നിന്നിട്ടില്ല. അവർ ഇടിവുകളിൽ നിന്നിരുന്നെങ്കിൽ ദൈവശബ്ദം കേട്ടാണ്. എന്താണ് ദൈവശബ്ദം? പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ അല്ലയോ? അപ്പോ പ്രവാചകന്മാരാണ് വിളിച്ചു പറയുന്നത് ക്രൂശിനെ കുറിച്ച്. അതാണ് ഈ ലൂക്കോസ് 24-ല് കർത്താവ് പറയുന്നില്ലേ, ഈ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കുന്നുണ്ടല്ലോ, കർത്താവ് കൂടെ നടന്നിട്ട് ഇങ്ങനെ സംസാരിച്ച്. അവിടെ 24-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 24-ല് 25-ല് അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ? പ്രവാചകന്മാര് പ്രവചിച്ചത് എന്താണ്? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ. അത് കേൾക്കാൻ താല്പര്യമില്ല. രാജ്യത്വം പ്രാപിച്ചു വരുന്നതിനെ കുറിച്ച് പ്രവാചകൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100 പ്രാവശ്യം വായിക്കും. പക്ഷെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി എന്നൊക്കെ ഉള്ളത്, അതൊന്നും താല്പര്യം, എല്ലാം ഒന്നും കേൾക്കാൻ താല്പര്യം. പ്രവാചകന്മാർ പറഞ്ഞിട്ട് എല്ലാം വിശ്വസിക്കത്തില്ല. ചിലതൊക്കെ കൺവീനിയന്റ് ആയിട്ട് അവരെ കർത്താവ് വിളിച്ചതും മന്ദബുദ്ധികളെ, നമ്മൾ ആദ്യം പറഞ്ഞ പ്രയോഗങ്ങളില്ലേ, അതേപോലത്തെ പോകുന്നൊരു പ്രയോഗം. അപ്പം 3-ാമത്തെ ലെസൺ, സ്വർഗത്തിൽ പോണെങ്കിൽ സെൻസേഷണലിസം ഒന്നും നടക്കത്തില്ല. സ്വർഗത്തിൽ പോണെങ്കിൽ നമ്മൾ ഈ ഇന്നത്തെ ഒരു ഭാഷ പറഞ്ഞാൽ സുഖിപ്പീര് പരിപാടിയൊന്നും നടക്കത്തില്ല. ഞെക്കി പിഴിയൽ നടക്കത്തുള്ളൂ. മോശയും പ്രവാചകന്മാരൊക്കെ വിളിച്ചു പറയുന്നത്, ഇപ്പം സമൂഹത്തിലൊക്കെ ഒരു പട്ടണത്തിലേക്ക് ചെന്നപ്പോണ്ടല്ലോ, ആ പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം കൂടെ വന്നിങ്ങനെ വിറച്ചോണ്ട് നിൽക്കുക, നിന്റെ വരവ് ശുഭം തന്നെയോ?
അല്ലാതെ ഇന്നത്തെ പ്രവാചകന്മാരെടുത്ത് ചെന്ന്, പറ 7-ാം മാസത്തിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് കാണുന്നുണ്ടോ, മഞ്ഞു പൊഴിയുന്ന നാട്ടിൽ എന്നാ ഞാൻ പോകുന്നത്, അതൊന്നും അല്ലായിരുന്നു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ച് വിറച്ചോണ്ട് നിന്നതിന്റെ കാരണം പ്രവാചകൻ വന്നാൽ ഉറപ്പാണ് ന്യായവിധിയുടെ വാക്കുകളൊക്കെ ആയിരിക്കും മിക്കവാറും കിട്ടുക. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും. നിങ്ങൾ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവൻ അകത്ത് വന്നാൽ ഈ പ്രവചനത്തിന്റെ വാക്ക് കാരണം അവന് പാപബോധം ഉണ്ടായിട്ട് കവിണ്ണ് വീണ് കരയുന്നു. ദൈവം നിങ്ങളുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടും. അപ്പം ശരിക്കും പറഞ്ഞാല് മോശയും പ്രവാചകന്മാരും, അതായത് പ്രമാണവും ടീച്ചിങ്ങും ശുദ്ധീകരണവും പാപത്തിനെതിരെയുള്ള നിലപാടുമാണ് മോശയും പ്രവാചകന്മാരും. അതാണ് സ്വർഗത്തിൽ പോവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ മരിച്ചവർ ഉയർക്കുന്നു, തലവേദന മാറുന്നു, വീൽ ചെയറിൽ വന്നവർ ചാടി എഴുന്നേൽക്കുന്നു, സ്ട്രക്ചറൊക്കെ വലിച്ചെറിഞ്ഞ് ചോടുന്നു എന്നുള്ളതൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യമല്ല. TV വാങ്ങിക്കുമ്പം കൂട്ടത്തിൽ ഒരു ഫ്രൈയിങ് പാൻ കിട്ടുമെന്ന് വെച്ച് നമ്മൾ ഫ്രൈയിങ് പാനിന് വേണ്ടി TV വാങ്ങിക്കാൻ പോകത്തില്ല. TV വലുത്, മറ്റത് ബോണസാ. ബോണസിന്റെ പുറകെ ഇപ്പം 1,00,000 രൂപയുടെ ഒരു കെട്ട് നോട്ട് 5 രൂപ വിലയുള്ള ഗിഫ്റ്റ് പേപ്പർ. ആ ഗിഫ്റ്റ് പേപ്പറിന്റെ പ്രത്യേകത പളവള മിന്നുന്ന കിലുകില ശബ്ദം ഉണ്ടാക്കുന്ന ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്താൽ ഒരു ശിശു ഗിഫ്റ്റ് പേപ്പറിന്റെ പുറകെ പോകത്തുള്ളൂ. 1,00,000 രൂപയുടെ നോട്ട് കെട്ട കൊച്ചിന് വിഷയമല്ല. കാരണം അതിന് പളവള മിന്നുന്നതും കിലുകില ശബ്ദം ഉണ്ടാക്കുന്ന പ്രധാനം. ആഴമായതും വിലയുള്ളതും തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വാക്കുകളൊക്കെ വേദപുസ്തകത്തിൽ പ്രയോഗിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ലെസൺ, സ്വർഗത്തിൽ പോകണമെങ്കിൽ സെൻസേഷണലിസം കൊണ്ടൊന്നും നടക്കത്തില്ല. മോശയും പ്രവാചകന്മാരും എന്ന പടിയിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 ലെസനാണ് ഇന്ന് രാത്രി കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. കർത്താവ് പറഞ്ഞ ഈ സംഭവത്തിനകത്ത് നിന്ന് ഒന്നാമത്തെ ലെസൺ, ഭൗമികതയുടെ അളവുകോല് കൊണ്ട് ആത്മീയതയെ അളക്കാനൊക്കില്ല. രണ്ടാമത്തെ ലെസൺ, അങ്ങേ അറ്റത്തെ കഷ്ടതയുടെ നടുവിലും ശാന്തമായ ഒരു മനസ്സാണ് ആത്മീകന്റെ മനസ്സ്, സ്വർഗത്തിൽ പോകുന്നവന്റെ മനസ്സ്. മൂന്നാമത്, മോശയും പ്രവാചകന്മാരുമാണ് സെൻസേഷണലിസം അല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഈ തിരിച്ചറിവുകൾ നമ്മളെ ആത്മീക ജീവിതത്തെ പുതുക്കിയെടുക്കുവാൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.